മജീദും സുഹറയും മുഖാമുഖം നോക്കും. ദൂരെ എവിടെയോ ഒരു വിലാപ ഗായകൻ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ. ബഷീറിന്റെ ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ബഷീർ എഴുതിയ കഥകളാണ്. ഒരു ചരിത്രകാരനാണ്. ഞാൻ ഈ നാടിന്റെ വിനീത ചരിത്രകാരനാണ്. എന്താണ് നന്മ എന്ന് ചോദിക്കുമ്പോൾ ബഷീർ അറിയും നിങ്ങളൊരു ഉണങ്ങിയ ചെടിയാണ്, അപ്പം അതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതാണ് നന്മ. ബഷീറിന്റെ ഫിലോസഫി എന്നതായിരുന്നു, പ്രകൃതി വലുത് മനുഷ്യൻ ചെറുത്. ബഷീർ പരമകാരുണ്യകനായ അള്ളാഹുവിനോട് കലഹിച്ച സുൽത്താനായിരുന്നു. ശബ്ദങ്ങളിൽ ബഷീർ അള്ളാഹിനെ വിമർശിക്കുന്നുണ്ട്. അതായത് ഈ വേശ്യകളുടെ കഥകൾ കേട്ടിട്ട്, കള്ളന്മാരുടെ കഥകൾ കേട്ടിട്ട്, പിച്ചക്കാരുടെ കഥകളൊക്കെ കേട്ടിട്ട് എന്തിനെങ്കിലും സൃഷ്ടിച്ച് എന്തിനാ യുദ്ധം ഉണ്ടാക്കിയത്. ബഷീറിന്റെ ഓർമ്മയുടെ അറികളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ 7-8 വയസ്സായപ്പോഴേക്കും ഖുറാൻ മൊത്തം പഠിച്ചു തീർത്തു. ടൈം ലൈൻ പരിശോധിക്കുമ്പോ ബഷീർ ഒരു അനാർക്കിസ്റ്റ് ആയിട്ട് ജീവിച്ച ഒരാളാണ്. ബഷീറിനെ കുറച്ച് സെക്യുലർ ആക്കുക, പ്രകൃതിവാദിയാക്കുക, സൂഫിയാക്കുക. മാതാശ്രീ ദാഹജലം തന്നാലും എന്ന് പറയുമ്പോ തവിക്കിട്ട് അടി കിട്ടുന്നുണ്ട്. അതായത് മര്യാദക്ക് സംസാരിക്കണമെന്ന് പറയണേ.